Thank you so much, Sister Catherine, for that warm welcome. Really humbled and grateful for the same. Good afternoon, SH Medical Center. ഇന്നത്തെ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ സബ്ജക്റ്റ് സോഫ്റ്റ് സ്കിൽസ് ഫോർ ഹെൽത്ത് പ്രൊഫഷണൽസ്. നമ്മുടെ സ്കൂൾ ഡേയ്സിൽ, കോളേജ് ഡേയ്സിൽ ഉണ്ടായിരുന്ന ഫേവററ്റ് ടീച്ചർ പേരൊന്ന് പറയുമോ? ഓക്കെ. ആൻഡ് വൈ? ആൻസർ പറയണം. വൈ വാസ് ഷീ യുവർ ഫേവററ്റ് ടീച്ചർ? യെസ്, exactly. Yes, because she was very considerate, she was warm, she was punctual, etc. Right? So, ഇതെല്ലാം ആ ടീച്ചറിൻ്റെ സോഫ്റ്റ് സ്കില്ലിനെയാണ് നമ്മൾ ഓർക്കുന്നത്. ആ ടീച്ചർ BEd ആയിരുന്നോ PhD ആണോ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നില്ല. പക്ഷേ വി സ്റ്റിൽ റിമെമ്പർ her only because of her soft skills. Good afternoon again. I'm Dr. Shiny Anthony, a dentist since 1991 and a fitness trainer since 7 years and an NLP practitioner, neuro-linguistic program practitioner since 7 years. So, first let us know what is a hard skill and what's a soft skill. Hard skill എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജസിൽ പഠിച്ച ഓരോ കാര്യങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് അല്ലേ, ലൈക്ക് അവർ സർട്ടിഫിക്കറ്റ് ആൻഡ് ദ എക്സ്പീരിയൻസ് ദാറ്റ് വി ഗെയിൻഡ്, ദാറ്റ് കംസ് അണ്ടർ ഹാർഡ് സ്കിൽ. ആൻഡ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് അത് നമുക്ക് ഓരോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് വിത്ത് പേഷ്യൻസ് നമുക്കത് ആർജിക്കാവുന്നതാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കിൽ ഫോർ അസ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഈസ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ it is paying attention to the present moment. According to studies, 47% of the people അവരുടെ മൈൻഡ് ഇങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ റൂമിൽ നമ്മളിപ്പോൾ വി ആർ മോർ ദാൻ 100, isn't it? അതിൽ 47 പേര് ഇപ്പം ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? സോ വി ക്യാൻ റിയലി സേ ദാറ്റ് 47 people are missing here. സോ മൈൻഡ്ഫുൾനെസ് നമുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് പ്രാണായാമയിൽ now let me show you how to do Brahmari. Okay, please put your thumb in the ears and your forefinger on your eyelids, the middle finger on the ala of the nose, മൂക്കിൻ്റെ സൈഡിൽ, and the ring finger on the upper lip and the little finger just below the lower lip. Okay, inhale through the nose. മൂക്കിൽ കൂടി ഇൻഹെയിൽ ചെയ്യുക, മൂക്കിൽ കൂടെ തന്നെ എക്സെയിൽ ചെയ്യുക. ഓക്കെ, എക്സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു ഹമ്മിങ് സൗണ്ട് ഉണ്ടാക്കണം. അത് വണ്ടിൻ്റെ മൂളൽ പോലെ ആണ്, അതുകൊണ്ടാണ് അതിന് ഭ്രമരി എന്ന് പറയുന്നത്. സോ ഈ എക്സസൈസ് ചെയ്യുമ്പം നമുക്ക് ബ്രെയിനിൻ്റെ ഔട്ട്സൈഡ് കവറിൽ ആ മെനിജസിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാം. ക്യാൻ യു ഫീൽ ഇറ്റ്? യെസ്, ദാറ്റ്സ് റിയലി ഗുഡ്. സോ അനുലോം വിലോം, ദാറ്റ്സ് ഓൾസോ പ്രാണായാമ. അത് ചെയ്യുന്നത് വഴിയും നമുക്ക് മൈൻഡ്ഫുൾനെസ് ഒത്തിരി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. നമ്മുടെ പ്രൊഫഷനിൽ മൈൻഡ്ഫുള്ളായി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വി വിൽ ബി ഏബിൾ ടു ഡു ദ ബെസ്റ്റ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. നമ്മൾ ഇനിയുണ്ടാകുന്ന പേഷ്യൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ 20 പേഷ്യൻസ് വാഴ കിടപ്പണം, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുകയും വേണ്ട, ഇന്നലെ നടന്ന കാര്യം ആലോചിക്കേണ്ട. ജസ്റ്റ് ബി പ്രസൻറ്റ് വിത്ത് യുവർ കൈൻഡ് അറ്റൻഷൻ അറ്റ് ദിസ് മൊമെൻറ്റ്. ഓക്കെ, നൗ ലെറ്റ് us go for the second soft skill called communication. Okay, yes, yeah, പറഞ്ഞു. What she told is, കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് പറയുന്നത്, പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനും നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാനും കഴിയും. നമ്മൾ പറയുന്നത് അവർ മനസ്സിലായാൽ മാത്രമല്ലേ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയുള്ളൂ. സോ വി ഷുഡ് ബി എ വെരി എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ. അതുകൂടാതെ നമ്മുടെ വർക്കിംഗ് അവേഴ്സിൽ നമ്മൾ ഈ നെഗറ്റീവ് ടോക്സ് അവോയ്ഡ് ചെയ്യണം. ലെറ്റ് us not talk about our personal things or and always give respect to your colleagues. Address them with respect so that we will also gain respect. നമ്മൾ ഡിഫറെൻറ്റ് ഡോക്ടേഴ്സ് ഒരേ പ്രൊസീജിയർ ചെയ്യുമ്പം ഡിഫറെൻറ്റ് വിധത്തിൽ പെരുമാറുന്ന കണ്ടിട്ടില്ലേ? That is all because of different types of communication. What we have to plan and learn is to be an effective
communicator. Be a very good listener. When you are talking, it should be in the best form, and try to speak as much as English as possible. Now, let's go for the third soft skill called stress management. That will be fun. See, we are all dealing with lives, isn't it? So, it's quite natural that we will be stressed out. Okay, so നമ്മൾ എന്താണ് അതുകൊണ്ട് ചെയ്യേണ്ടത്? സി ചില ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വി ഷുഡ് ബി ഏബിൾ ടു, ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത പ്രാണായാമ, വി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, പ്രാണായാമ ചെയ്താലും നമ്മുടെ സ്ട്രെസ് കുറേ റിലീവ്ഡ് ആവും. നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഇറ്റ്സ് റിയലി ഗുഡ്. ടു ഹാവ് എ ഗ്രേറ്റ് ഹോബി ഈസ് ഓൾസോ ഫൈൻ. ഓക്കെ, സോ സ്ട്രെസ് നമ്മൾ റിലീവ് ചെയ്തില്ലെങ്കിൽ വി വിൽ ഗോ ടു എ ബേൺ ഔട്ട് കണ്ടീഷൻ, എക്സോഷൻ, ഇറിറ്റബിലിറ്റി, എക്സെട്ര എക്സെട്ര. സോ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ തന്നെ സോൾവ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ വർക്കിംഗ് അവേഴ്സിലേക്ക് അല്ലെ വർക്കിംഗ് പ്ലേസിലേക്ക് വരിക. ഓക്കെ, ഹിയർ വി ഹാവ് ടു ബി ഫുള്ളി സ്മൈലിംഗ് ആൻഡ് ചിയർഫുൾ ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ ഹു ആർ ഓൾറെഡി സ്ട്രെസ്ഡ് ഔട്ട്. ഓക്കെ, സോ പ്ലീസ് സീ ടു ദാറ്റ് യു ലീവ് ദ സ്ട്രെസ് ആഫ്റ്റർ യുവർ ഡ്യൂട്ടി. ഹിയർ ലീവ് ഇറ്റ് ആൻഡ് ഗോ. അത് അത്ര എളുപ്പമല്ല പറയുന്നത് പോലെ. അതിനുവേണ്ടി ഒന്ന് കാര്യം ചെയ്യാം, ഫ്രണ്ട്സിനോട് സംസാരിക്കാം, യു ക്യാൻ ഡു സം ഗാർഡനിങ് എക്സെട്ര. ദാറ്റ് വിൽ ജസ്റ്റ് ഗെറ്റ് റിലീവ്ഡ്. ഓക്കെ, സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ടൈം മാനേജ് ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല വേ ടു മാനേജ് സ്ട്രെസ്. വൈ? നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ടൈം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും ചെയ്യാം. ഹാർഡ് സ്കില്ലായിട്ട് നമുക്ക് ഓൾറെഡി സർട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ. വി ആർ ഓൾറെഡി ട്രെയിൻഡ് പ്രൊഫഷണൽസ്, റൈറ്റ്? സോ പ്രോപ്പർ ടൈം നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഓരോ കാര്യവും നല്ല ഈസി ആയിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാം. സോ സ്ട്രെസ്സ് നമുക്ക് ഉണ്ടാകുകയില്ല. സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് സ്ട്രെസ് ഉണ്ടാകുന്നു? നമ്മളെ ഏൽപ്പിച്ച ആ ജോലി ശരിയായ വിധത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചല്ലേ സ്ട്രെസ്സ്. സോ അത് ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. ആവശ്യത്തിന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ഫോമിൽ അത് ചെയ്യുകയും ചെയ്യാം. സോ സ്ട്രെസ്സില്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടും ടു ദി ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ പ്ലീസ് മാനേജ് യുവർ ടൈം ഇൻ സച്ച് എ വേ. ഐൻസ്റ്റീനും അബ്ദുൽ കലാം സാറിനും ഉണ്ടായിരുന്നത് ഇതേ 24 മണിക്കൂർ തന്നെയായിരുന്നു. പക്ഷേ ഇറ്റ് ഈസ് ഹൗ ദേ മാനേജ് ദ ടൈം ദേ ബിക്കെയിം സച്ച് ലെജൻഡ്സ്. സോ നൗ ലെറ്റ് മീ കം ടു ദ ഫോർത്ത് പോയിന്റ് കോൾഡ് പ്രൊഫഷണലിസം. Professionalism, because we are all professionals. We all learned in a professional college, and see, we are with uniform. So we have to show that, isn't it? നമുക്ക് അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ യൂണിഫോം കിട്ടിയിരിക്കുന്നത്, അല്ലേ? സോ എത്തിക്സ് കാണിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നഴ്സിംഗ് എത്തിക്സ്, നമ്മുടെ ഡോക്ടേഴ്സിന് എത്തിക്സ് കാണിക്കുന്നത് നമ്മൾ ആ സമയത്ത് നമ്മുടെ സർവീസിന് ടൈമിൽ വി ആർ പെയ്ഡ് ഫോർ അവർ ടൈം ആൻഡ് ഫോർ അവർ സർവീസ്. വി ആർ നോട്ട് സപ്പോസ് ടു ഹാവ് ടോക്സ് ലൈക്ക് അബൌട്ട് ഫർദർ സ്റ്റഡീസ് ആൻഡ് ഗോയിങ് അബ്രോഡ്, ഫുഡ് ദാറ്റ് വി മെയ്ഡ്, അല്ലെ ക്യാൻറ്റീനിലെ ഫുഡ്, ദ മൂവി, അങ്ങനത്തെ ഒരു ടോക്ക് ഇല്ലാതെ നമ്മൾ ഗീവ് യുവർ 100% ടു ദ പേഷ്യൻറ്റ് ആൻഡ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ്. റെസ്പെക്ട് ഫോർ ദ ടീംമേറ്റ്സ് ഇസ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. സോ അതുപോലെ തന്നെ ഡിസിപ്ലിനും ഓണസ്റ്റിയും ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എത്തിക്സ്. ഓക്കെ, സോ ഒരു എക്സാമ്പിളിന് ഒരു പേഷ്യൻ്റ് വന്നു, ഒരു ആക്സിഡൻറ്റ് കേസ്. നമ്മൾ കുറേ ഡിസ്പോസിബിൾസ് എഴുതി. നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും മാത്രം വാങ്ങിക്കുക. ബിക്കോസ് അവരുടെയും ഹാർഡ് ഏൺഡ് മണിയല്ലേ. വി ആർ നോട്ട് സപ്പോസ് ടു വേസ്റ്റ് the disposables, like whether it's needle or whether it is gloves. Okay, so now let us go for the fifth point, which is called as empathy. സിമ്പതി എന്നെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? സിമ്പതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ സർക്കംസ്റ്റൻസ് കാരണം നമുക്ക് തോന്നുന്നൊരു ഫീലാണ്. ഓക്കെ, പക്ഷേ ഇത് അതല്ല. എംപതി, ദിസ് ഇസ് എ സോഫ്റ്റ് സ്കിൽ ദാറ്റ് വി ഹാവ് ടു പ്രാക്ടീസ്. ഇറ്റ് ഈസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദ പേഷ്യൻറ്റ്. ആ പേഷ്യൻ്റ് ഇപ്പം കാല് ഒടിഞ്ഞിരിക്കുന്ന ഒരു പേഷ്യൻറ്റ്, അദ്ദേഹത്തിൻ്റെ ആ കണ്ടീഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. വി ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. എങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. ഈ മെഡിക്കൽ കണ്ടീഷൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ഞാൻ എങ്ങനെ മാനേജ് ചെയ്തേനെ? ഇദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്ന ഒരു ഡീഡ് എന്തായിരിക്കും? ഈ കാലൊടിഞ്ഞിരിക്കുന്ന ഈ മനുഷ്യന് സന്തോഷം കിട്ടുന്ന ഒരു ഡീഡ് എന്തായിരിക്കും? ഇങ്ങനെയൊരു 3 ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വി വിൽ ബി ഏബിൾ ടു ഇംപ്രൂവ് അവർ എംപതി, which is one of the most important soft skill for us health professional.
ഓക്കെ. എമ്പതി കൂടുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? We will be able to connect with the patients very easily, and with all the patient's needs we will be able to connect. പേഷ്യൻ്റെ എല്ലാ നീഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓൾ റൈറ്റ്. സോ ഫീലിംഗ് വിത്ത് സമ്മൺ ഈസ് എംപതി. നൗ ലെറ്റ്സ് ഗോ ഫോർ സെൽഫ് ഇമേജ്. സെൽഫ് ഇമേജ് നമുക്ക് ഓൾറെഡി ഹാർഡ് സ്കില്ലുണ്ട്, നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ കീപ് ലേണിംഗ്, ട്രാൻസ്ഫോം യുവർ സെൽഫ്, കീപ് ലേണിംഗ്. ഇപ്പോൾ വി ഹാവ് ടു ഡു എവറിത്തിങ് ഡിജിറ്റലി, ഇസ്ൻ്റ് ഇറ്റ്? ഈ കഴിഞ്ഞ കാലത്ത് ഫുള്ളി ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നപ്പം ഞാൻ ഫിറ്റ്നസ് ട്രെയിനറായിട്ട് ഫ്ലോറിലെടുത്തുന്ന ക്ലാസ്സസ് മുഴുവനും ഞാൻ ഷിഫ്റ്റ് ചെയ്തു ഓൺലൈൻ. സോ അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ആദ്യം എളുപ്പമൊന്നും ആയിരുന്നില്ല ടു ഡു മൈ ക്ലാസ്സസ് ത്രൂ സൂം. ഇറ്റ് വാസ് നോട്ട് ഈസി. പക്ഷേ ഐ നോ നൗ ദാറ്റ് എത്ര മാത്രം നമ്മൾ ബെറ്ററായി. അതുപോലെ തന്നെ ഞാൻ സിൻസ് ഐ ഹാവ് വർക്ക്ഡ് എബ്രോഡ്, ഐ നോ വെരി വെൽ all the medical records. അന്നത്തെ കാലത്ത് പോലും it was really saved in the system. So please learn how to use the medical records in the system, or else we can say digitally. Go digital. Exactly. So learn. നമ്മുടെ ഒരു ഫീൽഡിൽ we can learn as much as we want. Keep learning. That will keep us young and smart. Then the second point in self-image is personal hygiene. We need to always be very, very clean. അല്ലേ? നല്ല കുളിച്ച് നല്ല നീറ്റായിട്ടുള്ള യൂണിഫോം ഇട്ടായിരിക്കണം നമ്മൾ വരുന്നത്. Why? Because we are already dealing with patients and bystanders. So we don't want to cross contamination നമുക്കവിടെ ഉണ്ടാക്കണ്ട. We don't want to increase the microbes. Okay? So this is one reason why we need to be really clean, and why we need to update ourselves in our subject. The last soft skill is also called as teamwork. നമ്മുടെ ഈ ഹോസ്പിറ്റൽ, നമ്മുടെ SH മെഡിക്കൽ സെൻറ്റർ, അതൊരു എക്കോസിസ്റ്റമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒരു കടിക്കുന്ന ഉറുമ്പിൻ്റെ വംശനാശം വന്നാൽ പോലും എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് മാറുകയാണ്, അല്ലേ? സോ ഹൗസ് കീപ്പിങ്ങിൽ മുതൽ ക്യാൻറ്റീൻ, അസിസ്റ്റൻറ്റ് നഴ്സസ്, ലാബ് ടെക്നീഷ്യൻസ്, എല്ലാവരുടെ കൂടി ഫോം ചെയ്യുന്നതാണ് ഒരു ഓർഗനൈസേഷൻ. സോ റെസ്പെക്റ്റ് അതേഴ്സ്. ഓക്കെ. ഒരു ഹൈറാക്കിയോ അങ്ങനെ ഒരു അതിനെ ഇല്ലാതെ try to be compassionate to others and try to understand how they are feeling at the moment. So he was saying all about teamwork. So we need to respect each other and work accordingly. So നമ്മൾ ബെറ്റർ ആവുന്നു, നമ്മൾ നമ്മുടെ 100% കൊടുക്കുന്നു. From now on we are going to practice all the soft skills that we learned every day from mindfulness till teamwork. Okay. അതിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്ന സോഫ്റ്റ് സ്കിൽസ് ഏതൊക്കെയായിരുന്നു? It was your communication and professionalism, stress management and empathy. Practice all these soft skills every day. ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, so that we will be relieved of stress. Thank you so much. Thanks a lot. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടോ? ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുമോ? ഓക്കെ. എനിക്കിവിടെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നന്ദി പറയുന്നത് ആദരണമ്മയോടാണ്. ബിക്കോസ് ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തതിനും നമ്മളെല്ലാവർക്കും ഒരുപാട് എനിക്കിത് വളരെയധികം പ്രയോജനപ്പെടുത്തുന്നത് തന്നെ ഞാൻ പറയും. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. എസ്പെഷ്യലി ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അത് ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്ത് അതിന് വെച്ച് എക്സാമ്പിൾ പറഞ്ഞ് നമ്മളിലേക്ക് പകർന്നു തന്നു. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് അത്യാവശ്യമായിരുന്നു, സോഫ്റ്റ് സ്കില്ലിൻ്റെ ക്ലാസ്. അതുകൊണ്ട് ക്യാദർണമ്മയോടും മറ്റ് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആൻഡ് നമുക്ക് ഈ ക്ലാസ് ഇത്രയും മനോഹരമാക്കി തന്ന ഡോക്ടർ ഷൈനി ആൻ്റണി മാം, അത് എന്താ പറയുക, എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത ഉച്ച കഴിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. സോ ആരും ഒന്നും ഉറങ്ങിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.